അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം കൂടി പ്രസക്തമാകുന്നത്. അതായത് വൈക്കോയുടെ പ്രതികരണം വന്നതിന് ശേഷം മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ആരാഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ വളരെ പക്വതയെത്തിയ ഒരു നേതാവിനെ പോലെ തന്നെ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്യുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ പ്രധാനമന്ത്രി എന്ന നിലയിലേക്ക് ഉയർത്തിക്കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളോ ഒന്നും തന്നെ അദ്ദേഹം നടത്തിയില്ല. മറിച്ച് ഇത് 28 പാർട്ടികളുടെ ഒരു കൂട്ടായ്മയാണ്. അവിടെ ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടും. BJP ആണ് മറുപക്ഷത്ത്. BJPയെ പരാജയപ്പെടുത്തുക എന്നതാണ് പ്രധാന അജണ്ട എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുന്നു. തീർച്ചയായും കിരൺ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മമതാ ബാനർജി മുന്നിൽ കാണുന്ന ലക്ഷ്യം എന്ത് എന്നതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ രാഷ്ട്രീയ അനുഭവ സമ്പത്ത് എന്നതിനെ നമുക്ക് ചെറുതായി കാണാൻ സാധിക്കില്ല. കാരണം വൈക്കോയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാകുന്നു. ആ പ്രതികരണം എന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരമായ ഒരു വിഷയമാണ്. പക്ഷേ ആ പേരുയർന്നു വന്നത് മല്ലികാർജ്ജുൻ ഖാർഗെയെ കുറിച്ചാണ്. താങ്കൾ ഒരുക്കമാണോ എന്ന് ചോദിച്ചാൽ ഒരുക്കമാണ് എന്ന് പോലും പറയാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. അത് 28 മുന്നണികളെ ഒരുമിപ്പിച്ച് നിർത്തുമ്പോൾ ഇത്തരം ചില നീക്കങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ചില പ്രതികരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അഭിലാഷ്, നമ്മൾ പുറമേക്ക് കാണുന്ന ഒരു നറേറ്റീവിന് അപ്പുറത്തേക്ക് ഒരു തട്ടത്തിലേക്ക് ചിന്തിച്ചു നോക്കിയാൽ ഇതിപ്പോൾ രാഷ്ട്രീയത്തിൽ എപ്പോഴും മമതയുടെ നിർദ്ദേശം പോസിറ്റീവായ വശങ്ങളൊന്നും മാത്രം നോക്കി എല്ലാ നന്മ നോക്കി ആവണം എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട വശമുണ്ട്. ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് BJP ഇപ്പോൾ BJP 3 സംസ്ഥാനങ്ങളിലേക്ക് മുഖ്യമന്ത്രിമാരെയും ഉപമുഖ്യമന്ത്രിമാരെയും തീരുമാനിച്ചതെല്ലാം നമ്മൾ കണ്ടു. ഛത്തീസ്ഗഡിൽ ഗോത്രവർഗ വിഭാഗത്തിൽ നിന്ന് ഒരാളെ മുഖ്യമന്ത്രിയാക്കുന്നു. ഒപ്പം പിന്നാക്ക OBC വിഭാഗത്തിൽ നിന്ന് സാഹുവിനെ അവിടെ ഉപമുഖ്യമന്ത്രിയാക്കുന്നു. ഒപ്പം ബ്രാഹ്മൺ വിഭാഗത്തിൽ നിന്ന് ഒരാളെ ഉപമുഖ്യമന്ത്രിയാക്കുന്നു. അവിടെ നേരെ മറിച്ച് മധ്യപ്രദേശിലേക്ക് ചെല്ലുമ്പോൾ അവിടെ OBCയിൽ നിന്ന്, അത് പ്രത്യേകിച്ച് ഒരു യാദവനെ തന്നെയാണ്, മോഹൻ യാദവിനെയാണ് മുഖ്യമന്ത്രിയാക്കുന്നത്. മോഹൻ യാദവിനെ മുഖ്യമന്ത്രിയാക്കുക എന്ന് പറയുമ്പോൾ അവരൊരു OBC പൊളിറ്റിക്സ് അതിനപ്പുറത്തേക്ക് BJP കടന്നു കളിക്കുന്നു. എന്നാൽ UPയെ സംബന്ധിച്ച് UPയിലെ യാദവരുടെ നിർണായകമായ വോട്ട് ബാങ്കുള്ള സ്ഥലമാണ്. ബീഹാറിൽ യാദവ നിർണായക വോട്ട് ബാങ്കുള്ള സ്ഥലമാണ്. UPയിൽ അങ്ങനെ ഒരു യാദവൻ വരുന്നില്ല എന്നുള്ളത് കൊണ്ട് യാദവർക്കെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും SPയുടെ ഒപ്പം നിൽക്കുക അല്ലെങ്കിൽ കുറച്ചുപേർ കോൺഗ്രസിനൊപ്പം നിൽക്കുകയൊക്കെ ചെയ്യണം. BJPയിലേക്ക് അങ്ങനെ ഒരു യാദവ വോട്ട് ബാങ്ക് വരുന്നില്ല. അവിടെ യഥാർത്ഥത്തിൽ മധ്യപ്രദേശിൽ ഒരു യാദവ OBC മുഖ്യമന്ത്രി വരുന്നതോടുകൂടി ഒരേ സമയം UPയെയും ബീഹാറിനെയും മധ്യപ്രദേശിനെയും കൂടി അഡ്രസ് ചെയ്യാൻ BJP കഴിയുന്നു. അവിടെയും ഒരു ദളിത് വിഭാഗത്തിൽ നിന്ന് SC വിഭാഗത്തിൽ നിന്ന് ഒരാളെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്കും അപ്പർ കാസ്റ്റിൽ നിന്ന് ബ്രാഹ്മൺ വിഭാഗത്തിൽ നിന്ന് ഒരാളെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വെക്കുന്നു. മറിച്ച് രാജസ്ഥാനിൽ വന്നപ്പോൾ രാജസ്ഥാനിൽ ഒരു ബ്രാഹ്മണനെ തന്നെ, അത് ഫസ്റ്റ് തവണ MLA ആയിട്ടിരിക്കുന്ന ഒരാളാണെന്ന് ആലോചിക്കണം, അയാളെ അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കുന്നു. ഒപ്പം ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് SC വിഭാഗത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുവരുന്നു. ഒരു ഉപമുഖ്യമന്ത്രിയായി അവിടുത്തെ രാജവംശത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുവരുന്നു. അങ്ങനെ കൃത്യമായ ഒരു പൊളിറ്റിക്സ് ആ ഭാഗത്ത് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സിന് ഇപ്പോൾ മെജോറിറ്റി ഉണ്ടെയും ആ പൊളിറ്റിക്സിനാണ് ഇപ്പോൾ വിജയം നേടുകയും കഴിയുന്നത്. അവിടെ ദളിത് വിഭാഗങ്ങൾ, നമ്മൾ മധ്യപ്രദേശ് പരിശോധിച്ചപ്പോഴും എല്ലാം വിശദമായി തന്നെ പറഞ്ഞാണ്, ദളിത് വിഭാഗങ്ങളുടെ ഒരു വലിയ വോട്ട് ബാങ്ക് ഇത്തവണ ദളിത് ഡോമിനേറ്റഡ് സ്ഥലങ്ങളിലൊക്കെയും വിജയം അനുകൂലമായത് BJPക്കാണ്. ഇത് ഒരു കാലത്ത് കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന സ്ഥലങ്ങളാണ്. അവിടേക്കാണ് ഒരു ദളിത് മുഖത്തെ അല്ലെങ്കിൽ ഈ ദളിതുകൾ വിഭാഗത്തിൽ വരുന്നവർക്ക് ഈ ഹിന്ദുത്വ അജണ്ടയിലേക്കല്ല നിങ്ങൾ പോകേണ്ടത്, അതിനപ്പുറത്തെ ഒരു അജണ്ട ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറയുന്ന ആളുടെ പേഴ്സണൽ, അയാളുടെ വ്യക്തി ജീവിതം കൂടി ഒരു വലിയ സ്റ്റോറിയായി അവതരിപ്പിക്കാൻ കഴിയുന്ന ഒന്നുകൂടിയാണ്. അത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന ഒന്നുകൂടിയാണ്. 7ാം വയസ്സിൽ അദ്ദേഹത്തിന്റെ അമ്മയെയും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളെയും നഷ്ടപ്പെട്ടതാണ്. അദ്ദേഹം അത് ഒരു കലാപത്തിലാണ്. ഹൈദരാബാദിലെ അറിയാം, ഹൈദരാബാദ് നിസാം അവിടെ ഇന്ത്യൻ യൂണിയനുമായി ചേരാൻ കഴിഞ്ഞില്ല. 1948 അങ്ങനെ ഹൈദരാബാദ് നിസാമിന്റെ പ്രൈവറ്റ് സേനയാണ് റസാക്കേഴ്സ്. ഈ റസാക്കേഴ്സ് ആയിരുന്ന അവിടുത്തെ വളരെ മുൻകൂട്ടി തന്നെ ഈ ഇന്ത്യൻ സേനയ്ക്കെതിരെ ഓപ്പറേഷൻ പോളോ ഒക്കെ മേജർ ജനറൽ ഖണ്ടൂരിയുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അവരെ ശക്തമായി എതിർത്തത് ഈ റസാക്കേഴ്സ് ആണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ അവിടെ വലിയ തെലുങ്കാന സമരവും വിപ്ലവവും ഒക്കെ കർഷകരുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അവരെ മാരകമായ രീതിയിൽ അടിച്ചമർത്തിയത് ഈ റസാക്കേഴ്സാണ്. ഈ റസാക്കേഴ്സിന്റെ ആക്രമണത്തിൽ അത് അവിടുത്തെ ഒരു ഹൈദരാബാദിന്റെ മജ്ലിസ് ഈ ഇസ്തിഹാദുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന സംഘടനയുടെ ബഹാദൂർ യാർ ജുങ് ആണ് ഈ ഇത് സ്ഥാപിച്ചത്. അവസാനം അവരെ കീഴ്പ്പെടുത്തിയ ശേഷമാണ്, അവരെ പരാജയപ്പെടുത്തിയിട്ടാണ്, ഈ ഓപ്പറേഷൻ പോളോയിലൂടെ പരാജയപ്പെടുത്തി സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സേന പരാജയപ്പെടുത്തിയ ശേഷമാണ് അവിടെ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതും പിന്നീട് ഇദ്ദേഹത്തെ അവരുടെ പ്രധാനപ്പെട്ട നേതാവിനെ തന്നെ ആദ്യം തടവിലിടുകയും പിന്നീട് അദ്ദേഹത്തെ പാകിസ്ഥാനിലേക്ക് പോകാൻ അവസരം കൊടുക്കുകയും ചെയ്തത്. അങ്ങനെ ആ ഒരു മുസ്ലിം സേനയുടെ ആക്രമണത്തിൽ അവർ തീ വെച്ച് കൊന്നതാണ് ഈ ഖർഗെയുടെ അമ്മയെ.
അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെ അങ്ങനെ തീവച്ചു കൊന്നാണ്. അതിനുശേഷം അദ്ദേഹവും അച്ഛനുമായി അവിടെ നിന്ന് പലായനം ചെയ്യുകയായിരുന്നു. അവിടെ നിന്ന് പോയി പലായനം ചെയ്തിട്ടാണ് ഗുൽമാർഗിൽ വന്ന് ജീവിതമൊക്കെ കെട്ടിപ്പടുത്തത്. പക്ഷേ അങ്ങനെ മുസ്ലിം സേനയുടെ ഭാഗത്ത് നിന്ന് അന്ന് അവിടുത്തെ ഹിന്ദു മുസ്ലിം ഫൈറ്റ് മുസ്ലിം റൂളിന് വേണ്ടിയൊക്കെ നിന്ന റസാക്കേഴ്സാണ്. ആ റസാക്കേഴ്സിൻ്റെ ഒരു മാരകമായ ഒരു വ്യക്തിജീവിതത്തെ സംബന്ധിച്ച് ഒരാളെ ജീവിതത്തിൽ കടുത്ത മുസ്ലിം വിരോധിയാക്കി മാറ്റാനൊക്കെ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ അവിടെ നിന്ന് അദ്ദേഹം തുടങ്ങിയത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ തൊഴിലാളി പ്രസ്ഥാനങ്ങളും അദ്ദേഹം തുടങ്ങിയത് ഒരു മതേതര രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് വന്നത്. അങ്ങനെ ഒരു വലിയ പാരമ്പര്യമുള്ള നേതാവ് അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്രയും വലിയ നേതാവായി നിൽക്കുമ്പോഴും അങ്ങനെ വ്യാപകമായി ഈ ഒരു കഥ പറയുകയോ അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് അതിനെ മാറ്റുകയൊന്നും കോൺഗ്രസ് ചെയ്യാത്ത ഒരു പശ്ചാത്തലം കൂടിയുള്ള മനുഷ്യരാണ് ഇദ്ദേഹം. അതോടൊപ്പം തന്നെ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, അതോടൊപ്പം തന്നെ അംബേദ്കറിസ്റ്റ് ആശയങ്ങൾ. അപ്പോൾ ഈ രണ്ട് ആശയങ്ങളെ ഒരേ സമയത്തേക്ക് ഇതെല്ലാം നമ്മൾ പറയുന്നത് ഒരു ആശയങ്ങൾ മുന്നോട്ട് വെക്കാൻ കഴിയുന്ന സാധ്യതകളാണ്. ഇതിനെ കോൺഗ്രസിനെ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ്. കോൺഗ്രസ് ഇത്തരം കാര്യങ്ങളെല്ലാം കയ്യിൽ ആയുധങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് കോൺഗ്രസ് പലപ്പോഴും പരാജയപ്പെടുന്നത്. പക്ഷേ ഇതിനെ ഫലപ്രദമായ രീതിയിലേക്ക് കോൺഗ്രസിന് മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞാൽ ദളിത് വിഭാഗത്തിനിടയിൽ അല്ലെങ്കിൽ OBC വിഭാഗത്തിനിടയിൽ BJP അല്ലെങ്കിൽ RSS മുന്നോട്ട് വെക്കുന്ന ഒരു ഗ്രാൻഡ് ഹിന്ദുത്വ നറേറ്റീവിനെ ഫലപ്രദമായി ചെറുക്കാനുള്ള സ്റ്റോറിയുള്ള ഒരാളാണ് ഈ ഖാർഗെ എന്നുള്ളത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്ലസ് പോയിന്റ് കൂടിയാണ്. ഒപ്പം തന്നെ ഈ മറ്റു നേതാക്കൾക്ക് ഇപ്പോൾ കെജ്രിവാളിനായാലും മമതയ്ക്കായാലും ഒക്കെ രാഹുൽ ഗാന്ധിയോട് ചേരുന്നതിനുള്ള പ്രയാസം ഖർഗെ പോലെ 81 വയസ്സുള്ള ഒരു മുതിർന്ന നേതാവിനോട് ചേരുന്നതിന് പ്രയാസങ്ങളില്ല. പിന്നെ അതോടൊപ്പം തന്നെ ഹിന്ദി ആയാലും ഇംഗ്ലീഷ് ആയാലും കന്നഡയായാലും തെലുങ്കായാലും അങ്ങനെ ഇന്ത്യയിൽ ഒരു 7-8 ഭാഷകൾ അനായാസം സംസാരിക്കാൻ കഴിയുന്ന ഒരു നേതാവ് കൂടിയാണ് ഖർഗെ. ഈവൻ മലയാളമടക്കം പറഞ്ഞാൽ മനസ്സിലാവുന്നത് നമുക്കറിയാം. ഖർഗെ കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ സഹമന്ത്രിയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ്. ആ സമയത്തടക്കം കേരളത്തിൽ നിന്ന് വരുന്നവരുമായി അത്യാവശ്യം മലയാളം പറഞ്ഞാൽ കൂടി തിരിച്ചറിയാൻ കഴിയുന്ന 7 ഭാഷകളൊക്കെ സംസാരിക്കാൻ കഴിയുന്ന അത്രയും ഒരു പാൻ ഇന്ത്യൻ നേതാവായി നിൽക്കാൻ ശേഷിയുള്ള ഒരാളാണ്. പക്ഷെ ആ ശേഷി എത്രത്തോളം കോൺഗ്രസിന് പുറത്തെടുക്കാൻ കഴിയും, അതിനെ പൊതുവെ എനിക്ക് തോന്നുന്നു ഈ ഉത്തരേന്ത്യയുടെ അല്ലെങ്കിൽ ഒരു ഹിന്ദി ഹൃദയ ഭൂമിയിൽ നിന്നാണല്ലോ അധികവും ദേശീയ നേതാക്കൾ ഉയർന്നു വരാറുള്ളത്. അതിൽ തന്നെ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിലും കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മല്ലികാർജുൻ ഖാർഗെ എന്നത് പ്രതീക്ഷിക്കപ്പെട്ട ഒരു പേരായിരുന്നില്ല. അവിടെ അശോക് ഗെഹ്ലോട്ടിന്റെ പേരാണ് അധികവും ചർച്ച ചെയ്യപ്പെട്ടത്. അങ്ങനെ തന്നെയായിരുന്നു ഒരു പരിധിവരെ പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പോൾ കമൽനാഥിനെയോ ഗെഹ്ലോട്ടിനെ പോലെയൊക്കെ ദേശീയ തലത്തിൽ ശോഭിച്ചു നിൽക്കുമ്പോൾ പോലും ഈ ഒരു പ്രശ്നം കൂടി, അതായത് ഈ ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ എന്നൊക്കെയുള്ള വിഷയം, അത് എന്തൊക്കെ പറഞ്ഞാലും അത് രാഷ്ട്രീയത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ടല്ലോ. ഇപ്പോൾ YSRനോട് തന്നെ കോൺഗ്രസ് സ്വീകരിച്ച സമീപനം നമുക്കറിയാം. അങ്ങനെ ആ ഒരു പശ്ചാത്തലം കൂടി ആയിരിക്കുമോ ഖാർഗെയെ ഒരല്പം പിന്നിലേക്ക് നിർത്തിയത്? അഭിലാഷ്, യഥാർത്ഥത്തിൽ ഖാർഗെ പോലൊരു നേതാവ് അപ്രതീക്ഷിതമായിട്ടാണ് ലോക്സഭയിലായാലും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുന്നതും രാജ്യസഭയിലൊക്കെ വരുന്നതിന്റെ തുടർച്ചയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ലോക്സഭയിലേക്ക് വരാനുള്ള കാരണം 2014 ഉണ്ടായ കോൺഗ്രസിന്റെ മാരകമായ തോൽവി എന്ന് വേണമെങ്കിൽ പറയാം. അത്തരമൊരു തോൽവിയെ തുടർന്നാണ് ഖാർഗെ പോലൊരു നേതാവ് വരുന്നത്. അതിനു മുമ്പ് അദ്ദേഹത്തെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കിയാൽ അദ്ദേഹത്തെ 3 തവണയെങ്കിലും അദ്ദേഹം കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തേണ്ട ഒരാളായിരുന്നു. അന്നെല്ലാം അദ്ദേഹത്തിന്റെ പേര് സജീവമായി പരിഗണിക്കുകയും ആദ്യം SM കൃഷ്ണയ്ക്ക് വേണ്ടിയും അദ്ദേഹം ഒഴിഞ്ഞു കൊടുത്തു, രണ്ടാമത് ധരം സിംഗിന് വേണ്ടിയും സിദ്ധരാമയ്യക്ക് വേണ്ടിയും ഈ 3 മുഖ്യമന്ത്രിമാർക്ക് വേണ്ടിയും തന്റെ മുഖ്യമന്ത്രി ക്ലെയിം മാറ്റിവെച്ച ആളാണ്. 7 തവണ അവിടെ മന്ത്രിയായ ആളാണെന്ന് ആലോചിക്കണം. ഒരുവിധ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം അദ്ദേഹം ഭരിച്ചിട്ടുണ്ട്. 9 തവണ തുടർച്ചയായി MLA ആയ ആളാണ്. 2 തവണ MP ആവും. അവസാന തവണയാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. ഒറ്റ തവണ മാത്രമാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിലാണ് BJP സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടത്. അങ്ങനെ ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ പല നേതാക്കളും പ്രധാനപ്പെട്ട നേതാക്കളടക്കം പാർട്ടി മാറുകയും ആ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പ്രധാന നേതാക്കൾ ഈ വിശ്വസ്തതയൊക്കെ വിട്ട് അതുവരെ ഗാന്ധി കുടുംബത്തോട് സ്നേഹം നടിച്ചിരുന്ന അല്ലെങ്കിൽ അവരുടെ ലോയസ്റ്റിലായി നിന്നിരുന്ന പ്രധാനപ്പെട്ട പലരും വിട്ടുമാറിയ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു നേതാവിന് അടിയുറച്ചു നിൽക്കുന്ന ഒരു കോൺഗ്രസ് നേതാവിന് ഒരു ദളിത് നേതാവ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായി വരിക. അങ്ങനെ അദ്ദേഹം ലോക്സഭയിലേക്ക് ആ തരത്തിലാണ് അദ്ദേഹത്തെ ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹം വരുന്നത്. അതിനു മുമ്പ് അങ്ങനെ പ്രധാനപ്പെട്ട നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഗെഹ്ലോട്ടിനെ പോലെ പരിഗണിക്കപ്പെട്ട ഒരു നേതാവല്ല, അല്ലെങ്കിൽ ആ തരത്തിലേക്ക് പരിഗണിക്കപ്പെട്ട ഒരു നേതാവല്ല. പക്ഷെ അവിടെ അദ്ദേഹത്തിന് ഒന്ന് ഉറപ്പ് കോൺഗ്രസ്സുകാർക്കുള്ളത്, അദ്ദേഹം എപ്പോഴും ഏത് തിരിച്ചടിയിലും കോൺഗ്രസിന് വേണ്ടി ഹൈക്കമാൻഡോട് വിലപേശാൻ നിൽക്കില്ല. അദ്ദേഹം ഇന്നലെ പോലും അദ്ദേഹം പറയുന്നത് വളരെ പക്വമായ ആൻസറാണ്, അല്ലെങ്കിൽ ഒരു വിദൂര സൂചന പോലും അഭിലാഷ് നേരത്തെ പറഞ്ഞ പോലെ നൽകുന്നില്ല. എനിക്ക് പ്രധാനമന്ത്രി ആയാൽ ഞാനും വേണമെങ്കിൽ അത് അന്നേരമല്ലേ നമുക്ക് അന്നേരം പ്രധാനമന്ത്രി മുന്നണി വിജയിക്കട്ടെ, അതിനുശേഷം പ്രധാനമന്ത്രി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് ആ ഒരു മാന്യത എപ്പോഴും ഭാഷയിലും എല്ലാ തരത്തിലും പുലർത്താനുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ 81 വയസ്സുള്ള ഒരു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെ വേണ്ട ഒരു 10-30 വർഷം രാഷ്ട്രീയത്തിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കളെ എടുത്താൽ അഴിമതി ആരോപണം ഒന്നുപോലും ഉന്നയിക്കാനില്ലാത്ത, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വർഗീയ കലാപത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ, അങ്ങനത്തെ ഒരു ആരോപണവും ഉന്നയിക്കാൻ ഇല്ലാത്ത ഒരു നേതാവാണ് എന്നത് ഖാർഗെയെ സംബന്ധിച്ച് വലിയ പ്ലസ് ആണ്. പക്ഷേ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളിൽ കോൺഗ്രസ് നേതാക്കളിൽ തന്നെ അതൊരു വലിയ പ്ലസ് ആണ്. എപ്പോഴും പിന്നെ കോൺഗ്രസിന്റെ ഈ ഗാന്ധി കുടുംബത്തോടുള്ള അല്ലെങ്കിൽ അവരുടെ ലോയൽസ്റ്റായി നിൽക്കുന്നു, അല്ലെങ്കിൽ ആ കാര്യത്തിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കില്ല. ഒരിക്കലും എനിക്കൊരു സ്ഥാനം കിട്ടിയില്ല എന്നതിന് പേരിൽ പ്രതിസന്ധിയിൽ ആക്കാത്തൊരു നേതാവ് കൂടിയാണ്. പറയുന്നത് പോലെ മറ്റൊരു പ്രധാനപ്പെട്ട വീഴ്ച എന്ന് പറയുന്നത് ഖാർഗെയെ സംബന്ധിച്ച് ഖാർഗെ അങ്ങനെ മുഖ്യമന്ത്രി ആയിട്ടില്ല. ഖാർഗെയെ സംബന്ധിച്ച് ഖാർഗെ ഒരു മാസ് ലീഡർ എന്ന് പറയാൻ കഴിയുന്ന, ഒരു ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ ആകർഷിക്കാൻ കഴിയുന്ന അങ്ങനത്തെ ഒരു ക്രൗഡ് പുള്ളറായ ഒരു നേതാവല്ല. മോദിയെ പോലെ മോദിക്ക് ഉരുളയ്ക്കുപ്പഴു പോലെ മറുപടി പറയാൻ കഴിയുന്ന ഒരു നേതാവല്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത്തരം ചില സാധ്യതകളാണ് ഉള്ളത്. ഈ സാധ്യതകളെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ആത്യന്തികമായി കോൺഗ്രസ് പാർട്ടിയുടെ സാധ്യതയെ മാത്രം, അല്ലെങ്കിൽ അവർ എങ്ങനെ പ്രയോജനപ്പെടുത്തും എന്നുള്ളത് ആ പാർട്ടിയെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന വിഷയം കൂടിയാണ്. തീർച്ചയായും 28 പാർട്ടികൾ അടക്കം ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അമരത്ത് ആര് നിൽക്കും എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഇത്തരത്തിൽ അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിവുറ്റ ഒരു നേതാവ് ഉണ്ടാവുക എന്നതാണ് മല്ലികാർജുൻ ഖാർഗെയിലൂടെ ആ സാധ്യത. ഒരു പക്ഷേ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാണിക്കാൻ പറ്റുന്നുണ്ട്. ഹിന്ദി ഹൃദയ ഭൂമിക്ക് പുറത്തുനിന്ന് എന്ന് പറയാവുന്ന ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് തന്നെ പറയാം. അതോടൊപ്പം തന്നെ വളരെ നന്നായി ഭാഷ കൈകാര്യം ചെയ്യുന്ന, പാർലമെന്റിലടക്കം അദ്ദേഹം ഹിന്ദിയിലടക്കം സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പ്രേക്ഷകരോട് എടുത്തു പറയേണ്ടതുണ്ട്, ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് പ്രധാനമന്ത്രി പോലെയുള്ള പദവികളിലേക്കൊക്കെ എത്തുമ്പോൾ ഭാഷ എന്നത് പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ കേരളത്തിൽ നിന്നടക്കം കേന്ദ്രമന്ത്രിമാരായവർക്ക് ആ ഭാഷ സ്വാധീനം അല്ലെങ്കിൽ ഒക്കെ പ്രയോജനപ്പെടുത്താൻ സാധിച്ചിരുന്നു എന്നത് സംശയകരമായ ഒന്നുകൂടിയാണ്.